ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മളെ കഥ ഇന്ന് ക്രിസ്മസ് ആയിരുന്നല്ലോ. നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, കസിൻസും പിന്നെ ആദർശ്, അഞ്ജു ഇവരെ ഞങ്ങൾ വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു വിരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറക്റ്റ് ക്രിസ്മസിൻ്റെ അന്ന് തന്നെ വന്നു. ഇത് അമ്മമ്മ കുടിക്കുന്ന ഇത് ഞങ്ങളുണ്ടാക്കിയ വൈനാട്ടാ, മുന്തിരി വൈൻ. സൂപ്പറായിരുന്നു. എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ നല്ല സന്തോഷമായി. അങ്ങനെ വൈൻ കുടിച്ചു. പിന്നെ ആദർശ്, അഞ്ജു വരുമ്പോൾ അവർ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മറ്റേ ഹണീനട്ട്. അത് ഹണീനട്ട് നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ രസ്നേച്ച് കൊണ്ടുവന്ന റെഡ് വെൽവെറ്റും പിന്നെ പ്ലം കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങൾ കേക്ക് അവരെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചു കേട്ടോ. പിന്നെ അവരിപ്പം പുതുമോടിയാണല്ലോ, അങ്ങനെ നമ്മൾ റെഡ് വെൽവെറ്റാണ് കട്ട് ചെയ്യിപ്പിച്ചത്. അത് പ്രണയത്തിൻ്റെ ഒരു പ്രതീകമാണല്ലോ. അങ്ങനെ അമ്മമ്മ ഇങ്ങനെ വൈൻ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഒരു സിപ്പ് എടുത്തു. പിന്നെ പുള്ളിക്കാരിക്ക് ഇഷ്ടമായി. പിന്നെ അങ്ങനെ എല്ലാവരും ചിരിച്ചും തമാശ പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഇവർ കേക്ക് കട്ട് ചെയ്യുകയാണ്. കേക്ക് കട്ട് ചെയ്തിട്ട് അവർ പരസ്പരം കൊടുത്തു. പിന്നെ നമുക്ക് എല്ലാവർക്കും തന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കേക്കൊക്കെ വാരി വെച്ച് കൊടുത്തു. നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒത്തുകൂടലും നല്ല ഒത്തൊരുമയോട് കൂടിയിട്ട് നല്ല രസമാണ്. പിന്നെ വിചാരിക്കാണ്ട് സൺലൈറ്റൻ നീതി വെച്ച് അവർ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ രസ്നേച്ച് പിള്ളേരും അധികം വെക്കേഷൻ സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട്. അവരിവിടെ വരുന്നത് നമുക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അച്ഛൻ, അപ്പൻ, പിന്നെ രജനേച്ചിയും കൂടി ഉണ്ടായിരുന്നു. രജനേച്ചിയും വിചാരിക്കാണ്ട് വന്നതാണ്. അങ്ങനെ എല്ലാവരും കൂടിയപ്പം സംഭവം കളറായിട്ടുണ്ട്. പിന്നെ ഇത് ക്രിസ്മസ്, പിന്നെ പ്ലം കേക്ക് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. പ്ലം കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ ആൾ സൺലൈറ്റനാട്ടോ, എല്ലാവരും കട്ട് ചെയ്ത് കൊടുത്തതൊക്കെ. പിന്നെ അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങനെ കേക്കൊക്കെ കഴിച്ചു, തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ ഇന്ന് നമ്മൾ ഫുഡ് ആദ്യം നമ്മൾ വിചാരിച്ചത് സീ ഫുഡ് അങ്ങനെ ആക്കാമെന്നത്. പക്ഷേ ചിക്കൻ ഇല്ലാണ്ട് എന്നാലും നമ്മുടെ സദ്യ ഒന്നും കംപ്ലീറ്റ് ആവില്ലല്ലോ. അങ്ങനെ സീ ഫുഡ് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ അയല ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ കൂന്തൽ വറവ്, അതായത് കൂന്തൽ റോസ്റ്റ്, പിന്നെ ചെമ്മീൻ റോസ്റ്റ്, പിന്നെ ശൈലമ്മേൻ്റെ ഒരു സ്പെഷ്യൽ ഇഞ്ചി പച്ചടി ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ആദർശം സൺലൈറ്റിനൊക്കെ അത് ഗ്ലാസ്സിൽ ഒഴിച്ചാൽ കുടിച്ചത് നല്ല രസമുണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം സേമിയായിരുന്നു. ഇതായിരുന്നു കേട്ടോ സദ്യ. പിന്നെ ഇവിടെ ഒഴിച്ചത് ഇഞ്ചി പച്ചടി ആയതുകൊണ്ട് കളറ് കാണുന്നില്ല. പിന്നെ പപ്പടം അമ്മ മറന്നുപോയി. പിന്നെ ഇതിപ്പം വൈകുന്നേരം ശൈലമ്മ ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് കൊണ്ടുവന്ന ഹണീനട്ട് നമ്മൾ ഇപ്പോഴാട്ടോ കട്ട് ചെയ്തത്. കാരണം ഓൾറെഡി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് മത്ത് പിടിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കണ്ടത്തിലൊക്കെ നടന്നൊന്ന് റിലാക്സ് ആയതിനു ശേഷമാണ് കേക്ക് മുറിച്ചത്. അങ്ങനെ ഈ ഹണീനട്ട് മുറിച്ചത് നമ്മളെ പിള്ളേർ സെറ്റായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിച്ചു.